ഹലോ എഞ്ചിനീയേഴ്സ്, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പൊ എല്ലാവരും LSTD-AEക്ക് പ്രിപ്പയർ ചെയ്യുന്ന തിരക്കിലായിരിക്കും അല്ലെ. ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ബിടെക് ക്വാളിഫിക്കേഷൻ ഉള്ള സ്റ്റുഡൻസിന് എഴുതാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പൊസിഷനാണ് LSTD-AE എന്ന് പറയുന്നത്. സോ ഈ ഒരു LSTD-AEക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി സ്റ്റീൽ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്നുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സ്റ്റീലിൽ വരുന്ന റിവറ്റഡ് കണക്ഷൻ എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പൊതുവെ 3 രീതിയിലാണ് നമ്മൾ കണക്ഷൻസ് കൊടുക്കാറുള്ളത്. ഒരു സ്റ്റീൽ സ്ട്രക്ചർ എടുക്കുമ്പോൾ 3 കണക്ഷൻസ് നമുക്ക് ചെയ്യാം. ഒന്നല്ലെങ്കിൽ റിവറ്റഡ് കണക്ഷൻ ചെയ്യാം, അല്ലെങ്കിൽ ബോൾട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വെൽഡ്. 3 രീതിയിലാണ് നമുക്ക് കണക്ഷൻസ് കൊടുക്കാൻ പറ്റുക. വെൽഡ് ആവാം, ബോൾട്ട് ആവാം, അല്ലെങ്കിൽ റിവറ്റ് ആവാം. ഇതിൽ വരുന്ന റിവറ്റഡ് കണക്ഷന്റെ സ്പെസിഫിക്കേഷൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ എന്താണ് ഒരു റിവറ്റ്? റിവറ്റ് ഈ ഒരു രീതിയിലാണ് കാണാനുണ്ടാവുക. റിവറ്റ് എന്ന് പറയുന്നത് മൈൽഡ് സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ഒരു റിവറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ മൈൽഡ് സ്റ്റീലാണ്. ആൻഡ് റിവറ്റിന് മെയിൻ ആയിട്ട് 2 പാർട്ടുകളാണ് ഉള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നമുക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ റിവറ്റിന് ഒരു ഹെഡ് ഉണ്ട് ആൻഡ് ഒരു ബോഡി ഉണ്ട്. സോ റിവറ്റില് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ഹെഡ് പോർഷൻ ഉണ്ടായിരിക്കും ആൻഡ് ഒരു ഷാങ്ക് പോർഷൻ ഉണ്ടായിരിക്കും. റിവറ്റിന് 2 ഭാഗങ്ങളാണുള്ളത്, ഒരു ഹെഡ് പോർഷൻ ആൻഡ് എ ഷാങ്ക് പോർഷൻ. ഇനി റിവറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആദ്യം അറിയേണ്ടത് റിവറ്റ് എങ്ങനെ ഡ്രൈവ് ചെയ്യുന്നു എന്നുള്ളതാണ്. റിവറ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോർജിങ് പ്രോസസ് ആണ് യൂസ് ചെയ്യുക. അതും കൂടെ ഓർത്ത് വെക്കണം. മൈൽഡ് സ്റ്റീൽ കൊണ്ടാണ് റിവറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് ആൻഡ് റിവറ്റ് ഡ്രൈവ് ചെയ്യുന്നത് നമ്മൾ ഫോർജിങ് പ്രോസസ്സ് വഴിയാണ്. ഇനി നമ്മൾ റിവറ്റിന്റെ ഹെഡിന്റെ കാര്യം പറഞ്ഞല്ലോ. ഈ ഒരു രീതിയിൽ മാത്രമേ ഹെഡ് ഉണ്ടാവുള്ളൂ. ഏത് ഷേപ്പ് വേണമെങ്കിലും ആയിക്കൂടെ. സോ നമുക്ക് ഡിഫറെന്റ് ഷേപ്പിൽ റിവറ്റിന്റെ ഹെഡ് കൊടുക്കാൻ വേണ്ടി പറ്റും. അതിന്റെ ഒരു ഫിഗർ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മൾ കണ്ട ഫസ്റ്റത്തെ ടൈപ്പ് എന്ന് പറയുന്നത് സ്നാപ്പ് ഹെഡ് ആണ്. ഇതാണ് അടുത്ത ചോദ്യം. സ്നാപ്പ് ഹെഡ് ആണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് വരുന്ന റിവറ്റിന്റെ ഹെഡ്, അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന റിവറ്റ് ഹെഡിന്റെ ഷേപ്പ് ഏതാണെന്ന് ചോദിക്കും. അത് സ്നാപ്പ് ഹെഡ് ആണ്, കോമൺലി യൂസ്ഡ് ആണ്. ഇനി സ്ലാബ് ഹെഡ് ഒന്നുകൂടെ ഫ്ലാറ്റർ ആയി വന്നാൽ നമ്മൾ അതിനെ മഷ്റൂം ഹെഡ് എന്ന് പറയും. സോ 2ാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് മഷ്റൂം ഹെഡ് ആണ്. ആൻഡ് 3ാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹെഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഹെഡ് ആണ് അല്ലേ. ഇതേപോലെ റൗണ്ട് ഷേപ്പിലോ ഒന്നുമില്ല, വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഹെഡാണ്. ഇതിനെ നമ്മൾ ഫ്ലാറ്റ് ഹെഡ് എന്ന് പറയും. സോ റിവറ്റിന്റെ 2 ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു. ഒരു ഭാഗം ഹെഡാണ്, ദെൻ ഒരു ഷാങ്ക് പോർഷൻ ഉണ്ടായിരിക്കും. ഹെഡിനെ തന്നെ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കൊടുക്കാം. സോ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് അഡോപ്റ്റ് ചെയ്യുന്ന ഷേപ്പ് എന്ന് പറയുന്നത് സ്നാപ്പ് ഹെഡ് ആണ്. ആൻഡ് മഷ്റൂം ഹെഡ് ഉണ്ട്, ഫ്ലാറ്റ് ഹെഡ് ഉണ്ട്. സോ ഏറ്റവും കോമൺ ഏതാണെന്ന് ചോദിച്ചാൽ എഴുതാൻ അറിഞ്ഞിരിക്കണം, അത് സ്നാപ്പ് ഹെഡ് ആണ്. ഇനി ഞാൻ റിവറ്റിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. റിവറ്റ് എന്ന് പറയുമ്പം ഒരു ഹെഡ് പോർഷൻ ഉണ്ട് ആൻഡ് ഒരു ഷാങ്ക് പോർഷൻ ഉണ്ട്. ഇനി നമ്മൾ റിവറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡയമീറ്റേഴ്സ് ഒക്കെയാണ് പറയാൻ വേണ്ടി പോകുന്നത്. റിവറ്റിനെ എപ്പോഴും നമ്മൾ സ്പെസിഫൈ ചെയ്യുക. ഇപ്പൊ എന്നെ സ്പെസിഫൈ ചെയ്യുക എങ്ങനെയാ? ഞാൻ അസ്നയാണ് എന്ന് സ്പെസിഫൈ ചെയ്യുന്നത് പോലെ റിവറ്റിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് ഷാങ്കിന്റെ ഡയമീറ്റർ വെച്ചിട്ടാണ്. സോ ഷാങ്കിന്റെ ഡയമീറ്ററിനെ ഞാനിവിടെ സ്മോൾ ലെറ്റർ D ആയിട്ട് മാർക്ക് ചെയ്യുന്നു. സോ നമ്മൾ റിവറ്റിനെ സ്പെസിഫൈ ചെയ്യുന്നത് ഷാങ്കിന്റെ ഡയമീറ്റർ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ റിവറ്റിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് ഷാങ്കിന്റെ ഡയമീറ്റർ വെച്ചിട്ടാണ്. സോ D എന്ന് പറഞ്ഞാൽ ഷാങ്കിന്റെ ഡയമീറ്റർ ആണ്, ഷാങ്ക് ഡയമീറ്റർ ആണ്. ഈ ഒരു ഷാങ്കിന്റെ ഡയമീറ്ററിനെ നമ്മൾ കുറച്ച് വേറെ പേരുകളൊക്കെ പറയാറുണ്ട്. ഡയമീറ്റർ ഓഫ് റിവറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ നോമിനൽ ഡയ എന്നൊക്കെ പറയാറുണ്ട്. നോമിനൽ ഡയ എന്നൊക്കെ പറയാറുണ്ട്. സോ നമ്മൾ റിവറ്റ് സ്പെസിഫൈഡ് ബൈ അല്ലെങ്കിൽ ഡെസിഗ്നേറ്റഡ് ബൈ ഷാങ്ക് ഡയമീറ്റർ ആണ്. ഷാങ്ക് ഡയമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ റിവറ്റിനെ ഡെസിഗ്നേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്യുക. ദെൻ നമുക്ക് ഇവിടെ ഒരു ഹെഡ് കാണുന്നുണ്ടല്ലോ. അപ്പൊ ഹെഡിനും ഒരു ഡയമീറ്റർ ഉണ്ടായിരിക്കില്ലേ. സോ ഹെഡിന്റെ ഡയമീറ്റർ നമുക്ക് അങ്ങനെ ഡിസൈനൊന്നും ആവശ്യമായിട്ടില്ല. സോ ഈ ഒരു ഹെഡിന്റെ ഡയമീറ്ററിനെ ഞാൻ ക്യാപിറ്റൽ D എന്ന് കൊടുക്കുന്നു. സോ ക്യാപിറ്റൽ D എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ഹെഡ് ആണ്. ദെൻ ഇനി ഒരു ഡയമീറ്ററും കൂടെ നമുക്ക് വേണം. ഈ ഒരു റിവറ്റ് ഡ്രൈവ് ചെയ്യുന്ന ഹോള്. സോ റിവറ്റ് ഡ്രൈവ് ചെയ്യുന്ന ഹോളിനൊരു ഡയമീറ്റർ ഉണ്ടായിരിക്കില്ലേ. ഒരിക്കലും ഡയമീറ്റർ ഓഫ് റിവറ്റും ഡയമീറ്റർ ഓഫ് റിവറ്റ് ഹോളും സെയിം ആയിട്ട് നമ്മൾ കൊടുക്കുവോ?
അപ്പൊ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ ഡയമീറ്റർ ഓഫ് റിവറ്റും ഡയമീറ്റർ ഓഫ് റിവറ്റ് ഹോളും വ്യത്യാസം ഉണ്ടായിരിക്കും. ഈ ഒരു ഡയമീറ്റർ ഓഫ് റിവറ്റ് ഹോളിനെ ഞാൻ ഡി ഡാഷ് ആയിട്ട് കാണിക്കുന്നു. സോ ഡി ഡാഷ് എന്ന് പറഞ്ഞ് നമ്മൾ റിവറ്റിൽ ഇക്വേഷൻസ് ഒക്കെ എഴുതുമ്പോൾ വരികയാണെങ്കിൽ അതിനെ നമ്മൾ പറയുക ഡയമീറ്റർ ഓഫ് ഹോൾ എന്ന് പറയും. ദെൻ ഡയമീറ്റർ ഓഫ് ഹോളിനും വേറെ കുറച്ച് പേരുകളുണ്ട്. നമ്മൾ ഇതിനെ ഗ്രോസ് ഡയ അല്ലെങ്കിൽ എഫക്റ്റീവ് ഡയ എന്നൊക്കെ പേര് പറയും. സോ നമ്മൾ കുറെ ഡയമീറ്റേഴ്സ് ആണ് ഇവിടെ പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഒരു റിവറ്റിന് 2 ഭാഗങ്ങൾ ഉണ്ടാകും, ഒരു ഷാങ്ക് പോർഷനും ഒരു ഹെഡ് പോർഷനും. ഈ ഒരു ഷാങ്കിന്റെ ഡയമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ റിവറ്റിനെ സ്പെസിഫൈ ചെയ്യുക. സോ ഷാങ്കിന്റെ ഡയമീറ്ററിനെ നമ്മൾ നോമിനൽ ഡയ, ഡയമീറ്റർ ഓഫ് റിവറ്റ്, ഡയമീറ്റർ ഓഫ് ഷാങ്ക് എന്നൊക്കെ പേര് പറയും. ദെൻ നമ്മൾ ഒരു ഹെഡ് പോർഷൻ പറഞ്ഞു. റിവറ്റിന് ഒരു ഹെഡ് പോർഷൻ ഉണ്ട്. ഹെഡിന്റെ ഡയമീറ്ററിനെ നമ്മൾ ഹെഡ് ഡയ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഡി വെച്ച് കാണിച്ചു. ദെൻ നമ്മൾ മൂന്നാമതൊരു ഡയമീറ്ററും കൂടെ പറയുവാണ്. ഈ ഒരു റിവറ്റ് ഡ്രൈവ് ചെയ്യുന്ന ഹോളിന്റെ ഡയമീറ്റർ അത് നമ്മൾ ഡി ഡാഷ് ആയിട്ടാണ് കൊടുക്കാറുള്ളത്. ഇനി നമ്മൾക്ക് അറിയേണ്ട ഒരു കാര്യം, എന്താണ് ഡയമീറ്റർ ഓഫ് ഹോളും ഡയമീറ്റർ ഓഫ് ഷാങ്കും തമ്മിലുള്ള റിലേഷൻ എന്ന് ഓർത്തു വെക്കണം. സോ നമ്മൾ എടുക്കുന്ന ഡയമീറ്റർ ഓഫ് ഷാങ്ക് എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ഷാങ്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 25 mm ആണ് എന്നിരിക്കട്ടെ. അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന റിവറ്റിന്റെ ഡയമീറ്റർ 25 mm താഴെയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല ഡി ഡാഷ് വിൽ ബി ഈക്വൽ ടു ഡി പ്ലസ് 1.5 mm എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ എടുക്കുന്ന റിവറ്റ് എന്ന് പറയുന്നത് 20 mm റിവറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 20 പ്ലസ് 1.5 അതായത് 21.5 mm ആയിരിക്കും നമ്മുടെ റിവറ്റ് ഹോളിന്റെ ഡയമീറ്റർ. ക്ലിയർ ആയോ? സോ റിവറ്റ് ഹോളിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഡി പ്ലസ് 1.5 mm ആയിരിക്കും ഇഫ് ഡയമീറ്റർ ഓഫ് റിവറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 25 mm ആൻഡ് ഇഫ് ദ ഡയമീറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ 25 mm നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഡി ഡാഷ് വിൽ ബി ഈക്വൽ ടു ഡി പ്ലസ് 2 mm എന്നുള്ള ഒരു ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. സോ നമുക്ക് 2 ഫോർമുല. ഒന്നാമത്തെ ഫോർമുല ഡയമീറ്റർ ഓഫ് റിവറ്റ് ഹോൾ വിൽ ബി ഈക്വൽ ടു ഡി പ്ലസ് 1.5 mm ഇഫ് ദ ഡയമീറ്റർ ഓഫ് റിവറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 25 mm ആൻഡ് the diameter will be equal to d plus 2 mm if the diameter of rivet is greater than 25 mm. അപ്പൊ ഇവിടുന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നമ്മുടെ ഗ്രോസ് ഡയമീറ്ററും നോമിനൽ ഡയമീറ്ററും എത്ര മുതൽ എത്ര വരെ വേരി ചെയ്യും എന്ന് ചോദിക്കാറുണ്ട്. അത് വേരി ചെയ്യുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോസ് ഡയ ആൻഡ് നോമിനൽ ഡയ വേരി ചെയ്യുന്നത് നിങ്ങൾക്ക് ഇക്വേഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. 1.5 to 2 mm ആണ് വേരി ചെയ്യുന്നത്. ക്ലിയർ? അപ്പൊ നമ്മൾ 2 സെറ്റ് ഇക്വേഷൻ പറഞ്ഞു. ഇനി നമുക്ക് ഒരു ഫോർമുലയും കൂടി ഇവിടെ ഓർത്ത് വെക്കാനുണ്ട്. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഡയമീറ്റർ ഓഫ് ഷാങ്ക് ആൻഡ് ഡയമീറ്റർ ഓഫ് ഹെഡ്? എന്താണ് അത് തമ്മിലുള്ള റിലേഷൻ എന്ന് നോക്കാം. ഡയമീറ്റർ ഓഫ് ഹെഡ് ക്യാപിറ്റൽ ഡി വിൽ ബി ഈക്വൽ ടു 1.6 ടൈംസ് ഡയമീറ്റർ ഓഫ് ഷാങ്ക് ആയിരിക്കും. സോ ആദ്യത്തെ 3 സെറ്റ് ഫോർമുലാസ് ആണ് ഇത്. സോ നമുക്ക് ഏതൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്ന് ചോദിച്ചാൽ ഇവിടുന്ന് ബേസിക് ആയിട്ട് ആദ്യം ഇങ്ങനത്തെ ഫോർമുലാസ്, കണക്ഷൻസ് ഒക്കെ നമ്മൾ പഠിക്കും. അതിനുശേഷം പിച്ച് എന്താണ്, ഗേജ് എന്താണ് തുടങ്ങിയിട്ടുള്ള പാരാമീറ്റേഴ്സ് പഠിക്കണം. ദെൻ റിവറ്റിന്റെ ഡിസൈനുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിവറ്റ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും, ഇങ്ങനെയുള്ള കുറെ സെറ്റ് ഓഫ് ഇക്വേഷൻ ആണ് റിവറ്റിൽ പഠിക്കാനുള്ളത്. സോ ആദ്യത്തെ സെറ്റ് ഒരു പ്രോബ്ലം ചോദിക്കുക, ഡയമീറ്റർ ഓഫ് ഷാങ്ക് തരും, ദെൻ നമ്മളോട് ഡയമീറ്റർ ഓഫ് ഹോൾ കണ്ടുപിടിക്കാൻ വേണ്ടി പറയാം. അതാണ് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ഇവിടുന്ന് ചോദിക്കാറുള്ളത്. ദെൻ ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ഇവിടെ പഠിക്കാനുണ്ട്. വാട്ട് ഈസ് അൺവിൻസ് ഫോർമുല? അൺവിൻസ് ഫോർമുല എപ്പോഴും ലിങ്ക് ചെയ്യുന്നത് നമ്മൾ കണക്ട് ചെയ്യുന്ന, നമ്മൾ റിവറ്റിങ്ങോ അല്ലെങ്കിൽ ബോൾട്ടോ എന്തിനു വേണമെങ്കിലും നമ്മൾ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന 2 പ്ലേറ്റുകൾ ഉണ്ടായിരിക്കില്ലേ? ഈ ഒരു പ്ലേറ്റുകളുടെ തിക്നെസ് ആൻഡ് ഡയമീറ്റർ തമ്മിലുള്ള റിലേഷൻ ആണ് അൺവിൻസ് ഫോർമുല പറയുന്നത്. ഡയമീറ്റർ ഓഫ് ഷാങ്കും അല്ലെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന റിവറ്റിന്റെ അല്ലെങ്കിൽ ബോൾട്ടിന്റെ ഷാങ്ക് ഡയമീറ്ററും നമ്മൾ കണക്ട് ചെയ്യുന്ന 2 പ്ലേറ്റുകളായിരിക്കും നമ്മൾ കണക്ട് ചെയ്യുക. ഈ 2 പ്ലേറ്റുകളുടെ തിക്നെസ്സും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഫോർമുലയാണ് അൺവിൻസ് ഫോർമുല. ഡയമീറ്റർ ഓഫ് ഷാങ്കും നമ്മൾ കണക്ട് ചെയ്യുന്ന 2 പ്ലേറ്റുകളുടെ തിക്നെസ്സും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ഫോർമുലയാണ് അൺവിൻസ് ഫോർമുല. അപ്പൊ 4ാമത്തെ ഫോർമുലയായി അൺവിൻസ് ഫോർമുല. അൺവിൻസ് ഫോർമുല പറയുന്നത് ഇങ്ങനെയാണ്: ഡി വിൽ ബി ഈക്വൽ ടു 6.05 റൂട്ട് ടി, അല്ലെങ്കിൽ നമ്മൾ 6.01 റൂട്ട് ടി എന്നും പറയാറുണ്ട്. സോ ഇതില് ഡി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ഷാങ്ക് ആണ്, ആൻഡ് ടി എന്ന് പറഞ്ഞാൽ
തിക്നെസ് ഓഫ് പ്ലേറ്റ് ആണ്. സോ നമ്മൾ കണക്ട് ചെയ്യുന്ന രണ്ട് പ്ലേറ്റുകൾ ഇങ്ങനെയാണ്. ഇത് ഒന്നാമത്തെ പ്ലേറ്റ്, ഇത് രണ്ടാമത്തെ പ്ലേറ്റ്. ഈ രണ്ട് പ്ലേറ്റുകളുടെയും തിക്നെസ് സെയിം ആണെങ്കിൽ നമുക്ക് ടി ആയിട്ട് എടുക്കാം. ഇനി ഞാൻ കണക്ട് ചെയ്യുന്ന രണ്ട് പ്ലേറ്റുകൾ, ഒന്നാമത്തെ പ്ലേറ്റിന്റെ തിക്നെസ് T1ഉം രണ്ടാമത്തെ പ്ലേറ്റിന്റെ തിക്നെസ് കുറച്ചുകൂടെ കൂടുതലാണ്, T2ഉം ആണെന്ന് ഇരിക്കട്ടെ. ഇതിൽ ആരായിരിക്കും ഫസ്റ്റ് ഫെയിൽ ആവുക? തിക്നെസ് കൂടിയ ആളാണോ തിക്നെസ് കുറഞ്ഞ ആളാണോ ഫസ്റ്റ് ഫെയിൽ ആവുക? ഒബ്വിയസ്ലി തിക്നെസ് കുറഞ്ഞ ആളല്ലേ ഫസ്റ്റ് ഫെയിൽ ആവുക. അപ്പൊ നമ്മൾ ഡിസൈനിൽ എടുക്കേണ്ടത് രണ്ട് പ്ലേറ്റിന്റെയും തിക്നെസ് സെയിം ആണെങ്കിൽ ആ ഒരു തിക്നെസ് എടുക്കാം, അല്ലെങ്കിൽ ഏതാണോ തിന്നർ പ്ലേറ്റിന്റെ തിക്നെസ് അതാണ് അൺവിൻസ് ഫോർമുലയിൽ കൊടുക്കേണ്ടത്. സോ നമ്മൾ ഇവിടെ എഴുതാൻ പോകുന്നത് തിക്നെസ് ഓഫ് തിന്നർ പ്ലേറ്റ് എന്നാണ്. തിക്നെസ് ഓഫ് തിന്നർ പ്ലേറ്റ്. അപ്പൊ രണ്ട് പ്ലേറ്റിന്റെ തിക്നെസ്സും ഡിഫറെന്റ് ആണെങ്കിൽ മാത്രമേ ഇങ്ങനെ വരത്തുള്ളൂ. സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്ട്ലി ആ ഒരു തിക്നെസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പലപ്പോഴും എക്സാമിന് പ്രോബ്ലം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ ഈസി ആയിട്ട് 6√2 വെച്ചിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട് ഓപ്ഷനിൽ. സോ അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ നമ്മൾ 4 ഫോർമുല പറഞ്ഞു. ഒന്നാമത്തെ ഫോർമുല, ഈ ഫോർമുലാസിലൊക്കെ നമ്മൾ MM സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഡയമീറ്റർ ഓഫ് ഹെഡും ഡയമീറ്റർ ഓഫ് ഷാങ്കും റിലേറ്റ് ചെയ്യുന്ന ഫോർമുല D = 1.6 ടൈംസ് ഡയമീറ്റർ ഓഫ് ഷാങ്ക്. ദെൻ നമ്മൾ പറഞ്ഞത് നോമിനൽ ഡയമീറ്ററും ഗ്രോസ് ഡയമീറ്ററും തമ്മിലുള്ള റിലേഷൻ ആണ്. D' = D + 1.5 mm, D' = D + 2 mm. അത് ഡയമീറ്റർ വെച്ചിട്ടാണ് എടുക്കേണ്ടത്. ദെൻ നമ്മളിപ്പോൾ പറഞ്ഞു അൺവിൻസ് ഫോർമുല. അൺവിൻസ് ഫോർമുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തിക്നെസ് ഓഫ് പ്ലേറ്റും ഡയമീറ്റർ ഓഫ് ഷാങ്കും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ഫോർമുലയാണ്. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് ടെക്നിക്കൽ ടേമുകളാണ് പറയാൻ പോകുന്നത്. സോ നമ്മൾ ഇത് പറയാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫിഗർ ആണ് റെഫറൻസ് എടുക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യം ഓർത്ത് വെക്കേണ്ടത് ലോഡിന്റെ ഡയറക്ഷൻ ആണ്. ഈ ഒരു ലോഡ് ഡയറക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ഓരോ ഡിസ്റ്റൻസുകളും പറയാം. സോ ആദ്യത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത് പിച്ച് ആണ്. പിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 റിവറ്റുകളാണ് പിച്ച്. പക്ഷെ അത് ഏത് ഡയറക്ഷനിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്? ഈ ഡയറക്ഷനിലും ഒരു സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ഉണ്ട്, ഈ ഒരു ഡയറക്ഷനിലും ഒരു സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ഉണ്ട്. സോ പിച്ച് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലോഡ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷൻ ഏതാണോ അതേ ഡയറക്ഷനിൽ 2 റിവറ്റുകൾ തമ്മിലുള്ള സെന്റർ ടു സെന്റർ ദൂരമാണ് പിച്ച്. ലോഡ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനിൽ 2 റിവറ്റുകൾ തമ്മിലുള്ള സെന്റർ ടു സെന്റർ ദൂരമാണ് പിച്ച്. ആൻഡ് ലോഡ് അപ്ലൈ ചെയ്യുന്നതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ, ലോഡ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ 2 റിവറ്റുകൾ തമ്മിലുള്ള സെന്റർ ടു സെന്റർ ദൂരമാണ് ഗേജ് എന്ന് പറയുന്നത്. ഈ ഒരു ഗേജിന് വേറൊരു പേരും കൂടി ഉണ്ട്. ഗേജിനെ നമ്മൾ ബാക്ക് പിച്ച് എന്ന് കൂടി പേര് പറയും. ഗേജ് അല്ലെങ്കിൽ ബാക്ക് പിച്ച് എന്ന് പേര് പറയാറുണ്ട്. സോ പിച്ച് എന്ന് പറഞ്ഞാലും ഗേജ് എന്ന് പറഞ്ഞാലും 2 റിവറ്റുകൾ തമ്മിലുള്ള സെന്റർ ടു സെന്റർ ദൂരമാണ്. ലോഡിന്റെ അതേ ഡയറക്ഷനിലുള്ള സെന്റർ ടു സെന്റർ ദൂരമാണെങ്കിൽ നമ്മൾ പിച്ച് എന്ന് പറയും. ആൻഡ് ലോഡിന് പാരലൽ അല്ല പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ആണ് വരുന്നതെങ്കിൽ, ലോഡ് അപ്ലൈ ചെയ്യുന്നതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലുള്ള സെന്റർ ടു സെന്റർ ദൂരമാണെങ്കിൽ നമ്മൾ അതിനെ ഗേജ് അല്ലെങ്കിൽ ബാക്ക് പിച്ച് എന്ന് പേര് പറയും. ഇനി ഇവിടെ ഓർത്ത് വെക്കേണ്ടത് വേറെ 2 ഡിസ്റ്റൻസുകൾ കൂടി ഉണ്ട്, എൻഡ് ഡിസ്റ്റൻസ് ആൻഡ് എഡ്ജ് ഡിസ്റ്റൻസ്. സോ ഈ 2 ഡിസ്റ്റൻസും നമ്മൾ കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾ സാധാരണ റീഇൻഫോഴ്സ്മെന്റിന് കവറൊക്കെ കൊടുക്കാറില്ലേ, അതേ ഒരു പർപ്പസ് ആണ്. നമ്മൾ ഒരിക്കലും ഒരു പ്ലേറ്റിന്റെ ഏറ്റവും അറ്റത്ത് പോയിട്ട് ആരെ കൊടുക്കില്ല, നമ്മുടെ റിവറ്റോ ബോൾട്ടോ കൊടുക്കത്തില്ല. അറ്റത്ത് നിന്ന് കുറച്ചൊരു ദൂരം മാറിയിട്ടാണ് കൊടുക്കാറുള്ളത്. അതെന്തിനാ, ലോഡ് വരുമ്പോൾ അതിലൂടെ ഫെയിലിയർ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം റിവറ്റ് കൊടുക്കുന്ന ഹോൾ എന്ന് പറയുന്നത് ഒരു വീക്കർ പ്ലെയിൻ ആയിരിക്കും. സോ നമ്മൾ ഈ പറയുന്ന എൻഡ് ഡിസ്റ്റൻസ് ആയാലും എഡ്ജ് ഡിസ്റ്റൻസ് ആയാലും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള റിവറ്റിൽ നിന്ന് നമ്മുടെ പ്ലേറ്റിന്റെ എഡ്ജിലേക്കുള്ള ദൂരമാണ്. ഔട്ടർ മോസ്റ്റ് റിവറ്റിൽ നിന്ന് പ്ലേറ്റിന്റെ എഡ്ജിലേക്കുള്ള ദൂരമാണ് എൻഡ് ഡിസ്റ്റൻസും അതേപോലെ എഡ്ജ് ഡിസ്റ്റൻസും രണ്ടും. സോ ഇതും നമ്മൾ ലോഡിന്റെ ഡയറക്ഷൻ വെച്ചിട്ടാണ് പറയുക. ലോഡിന്റെ ഡയറക്ഷൻ പി എന്ന് പറയുന്ന ഡയറക്ഷന് പാരലൽ ആയിട്ട് എടുക്കുന്ന ആ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ എൻഡ് ഡിസ്റ്റൻസ് എന്നും, ഇനി ലോഡിന്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് എടുക്കുന്ന ഡിസ്റ്റൻസിനെ എഡ്ജ് ഡിസ്റ്റൻസ് എന്ന് പറയും. പൊതുവെ പല ബുക്കുകളിലും എൻഡ് ഡിസ്റ്റൻസും എഡ്ജ് ഡിസ്റ്റൻസും ഒരുമിച്ചാണ് പറയുന്നത്. എന്നിരുന്നാലും ഇങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട്. ലോഡ് ആക്ട് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ എക്സ്ട്രീം ആയിട്ടുള്ള റിവറ്റിൽ നിന്ന് ഔട്ടർ മോസ്റ്റ് റിവറ്റിൽ നിന്ന് അല്ലെങ്കിൽ അതിന്റെ സെന്ററിൽ നിന്ന് പ്ലേറ്റിന്റെ എഡ്ജിലേക്കുള്ള ദൂരമാണ് എൻഡ് ഡിസ്റ്റൻസ്. ഇനി ലോഡ് ആക്ട് ചെയ്യുന്നതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള റിവറ്റിൽ നിന്നും
പ്ലേറ്റിന്റെ എഡ്ജിലേക്കുള്ള ദൂരത്തിനെയാണ് നമ്മൾ എഡ്ജ് ഡിസ്റ്റൻസ് എന്ന് പേര് പറയുക. ഇനി ഈ ഒരു എൻഡ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എഡ്ജ് ഡിസ്റ്റൻസിനെ നമ്മൾ വേറൊരു പേരും കൂടെ പറയും, മാർജിനൽ ഡിസ്റ്റൻസ്. മാർജിനൽ ഡിസ്റ്റൻസ് എന്ന് കൂടെ പറയാറുണ്ട്. ദെൻ ഇനി ഒരു ടേമും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കണം. നമ്മൾ റിവറ്റ്സ് അറേഞ്ച് ചെയ്യുന്ന ഒരു ഇമേജിനറി ലൈൻ ഉണ്ടായിരിക്കത്തില്ലേ? റിവറ്റ്സ് നമ്മൾ അറേഞ്ച് ചെയ്യുന്ന ഒരു ഇമേജിനറി ലൈൻ ഉണ്ടായിരിക്കും. ഈ ഒരു ഇമേജിനറി ലൈനിനെ നമ്മൾ പറയുന്ന പേര് റിവറ്റ് ലൈൻ അല്ലെങ്കിൽ ഗേജ് ലൈൻ. റിവറ്റ് ലൈൻ അല്ലെങ്കിൽ ഗേജ് ലൈൻ അല്ലെങ്കിൽ ബാക്ക് ലൈൻ. ബാക്ക് ലൈൻ, 2 A വന്നുപോയി. ബാക്ക് ലൈൻ അല്ലെങ്കിൽ നമ്മൾ ഇതിനെ സ്ക്രീവ് ലൈൻ എന്നും പേര് പറയും. സോ നമ്മൾ റിവറ്റ്സ് അറേഞ്ച് ചെയ്യുന്ന ആ ഒരു ലൈനിന്റെ പേരാണ്, ഒരു ലൈൻ, ഒരു ഇമേജിനറി ലൈനിന് എലോങ് ആയിട്ടായിരിക്കും നമ്മൾ റിവറ്റ്സ് അറേഞ്ച് ചെയ്യുക. ഈ ഒരു ലൈനിനെ നമ്മൾ റിവറ്റ് ലൈൻ, സ്ക്രീവ് ലൈൻ, ബാക്ക് ലൈൻ, ഗേജ് ലൈൻ എന്നൊക്കെ പേര് പറയും. ഈ പേര് ഓർത്ത് വെക്കണം. ദെൻ ഇനി നമുക്ക് പിച്ച് പോലത്തെ വേറൊരു പേരും കൂടെ പറയാനുണ്ട്. വാട്ട് ഈസ് സ്റ്റാഗേർഡ് പിച്ച്? ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ലോഡ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനും നമ്മുടെ റിവറ്റ് ലൈനും കറക്റ്റ് പാരലൽ ഓർ പെർപെൻഡിക്കുലർ ആയിട്ടൊക്കെ അല്ലേ വരുന്നത്. ഇനി നമ്മൾ റിവറ്റ്സ് ഇൻക്ലൈൻഡ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പൊ എങ്ങനെ വരും? എന്റെ പ്ലേറ്റ് ഇങ്ങനെയാണ്, വേറൊരു കളറിൽ വരയ്ക്കാം. എന്റെ പ്ലേറ്റ് ഇങ്ങനെയുണ്ട്. ഞാൻ റിവറ്റ്സിന്റെ ലൈൻ ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ട് കൊടുത്തു, അല്ലെങ്കിൽ റിവറ്റ്സ് ഞാൻ അറേഞ്ച് ചെയ്യുന്നത് ഇൻക്ലൈൻഡ് ആയിട്ടാണെങ്കിൽ എൻ്റെ ഒന്നാമത്തെ റിവറ്റ് ഇവിടെ ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് ഞാൻ റിവറ്റ്സ് അറേഞ്ച് ചെയ്യുന്നത് നിങ്ങൾ അങ്ങ് കരുതുക. വരച്ച ഫിഗർ അത്ര വൃത്തിയായിട്ടൊന്നുമില്ല. സോ ഇങ്ങനെ നമ്മൾ റിവറ്റ്സ് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് 2 അടുത്തടുത്തുള്ള റിവറ്റുകൾ തമ്മിലുള്ള ഈ ഒരു ദൂരമില്ലേ, 2 അടുത്തടുത്തുള്ള റിവറ്റുകൾ തമ്മിലുള്ള ഈ ഒരു ഹൊറിസോണ്ടൽ ദൂരത്തിനെയാണ് നമ്മൾ എന്ത് പേര് പറയാ? ഇതാണ് പി എന്ന് പറയുന്ന ഡയറക്ഷൻ. നമ്മൾ ഇതിനെ സ്റ്റാഗേർഡ് പിച്ച് എന്ന് പേര് പറയും. സ്റ്റാഗേർഡ് പിച്ചിനെ നമ്മൾ എസ് വെച്ചിട്ടാണ് നൊട്ടേഷൻ കൊടുക്കാറുള്ളത്. നോർമൽ പിച്ച് നമ്മൾ കാണിക്കുക, നോർമൽ പിച്ച് പി വെച്ചിട്ടും ഗേജ് ജി വെച്ചിട്ടുമാണ് നമ്മൾ കാണിക്കുക. എൻഡ് ഡിസ്റ്റൻസ്, എഡ്ജ് ഡിസ്റ്റൻസ് ഒക്കെ നമ്മൾ ഇ വെച്ചിട്ട് കാണിക്കും. ദെൻ ഈ ഒരു എൻഡ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എഡ്ജ് ഡിസ്റ്റൻസിനെ നമ്മൾ മാർജിനൽ ഡിസ്റ്റൻസ് എന്ന് കൂടെ പേര് പറയും. സ്റ്റാഗേർഡ് പിച്ച് എന്ന് പറഞ്ഞാൽ ഇൻക്ലൈൻഡ് ആയിട്ട് നമ്മൾ റിവറ്റ്സ് അറേഞ്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ലോഡിന് ഇൻക്ലൈൻഡ് ആയിട്ടാണ് നമ്മുടെ റിവറ്റിന്റെ ലൈൻ വരുന്നതെങ്കിൽ 2 റിവറ്റുകൾ തമ്മിലുള്ള സെന്റർ ടു സെന്റർ ദൂരം, അതായത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു റിവറ്റ് ലൈനിലുള്ള 2 റിവറ്റുകൾ തമ്മിലുള്ള ഹൊറിസോണ്ടൽ ദൂരം തന്നെയാണ് ഈ ഒരു സ്റ്റാഗേർഡ് പിച്ച്. സ്റ്റാഗേർഡ് പിച്ചിനെ നമ്മൾ ഡയഗണൽ പിച്ച് എന്ന് കൂടെ പേര് പറയാറുണ്ട്. ഡയഗണൽ പിച്ച് എന്ന് കൂടി പേര് പറയാറുണ്ട്. സോ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്? ഫിഗർ വെച്ചിട്ട് എന്താണ് പിച്ച്, എന്താണ് ഗേജ്. പിച്ച് എന്ന് പറഞ്ഞാലും ഗേജ് എന്ന് പറഞ്ഞാലും എഗെയിൻ സ്റ്റാഗേർഡ് പിച്ച് എന്ന് പറഞ്ഞാലും 2 റിവറ്റുകൾ തമ്മിലുള്ള സെന്റർ ടു സെന്റർ ദൂരമാണ്. എലോങ് ദ ഡയറക്ഷൻ ഓഫ് ലോഡ് ആണെങ്കിൽ നമ്മൾ പിച്ച് അല്ലെങ്കിൽ പി എന്ന് പറയും. ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ലോഡ് ആണെങ്കിൽ നമ്മൾ ഗേജ് എന്ന് പറയും. ദെൻ ഈ ഒരു എക്സ്ട്രീം ആയിട്ട് നമ്മൾ വെക്കുന്ന റിവറ്റ് അല്ലെങ്കിൽ ബോൾട്ടിൽ നിന്ന്, റിവറ്റിനും ബോൾട്ടിനും ഒക്കെ സ്പെസിഫിക്കേഷൻസ് ഈ ഒരു കാര്യങ്ങൾ ഒരുപോലെയാണ്. അപ്പൊ നമുക്ക് റിവറ്റ് ആണെങ്കിലും ബോൾട്ട് ആണെങ്കിലും ഈക്വൽ ആയിട്ടാണ് വരിക. എക്സ്ട്രീം ആയിട്ടുള്ള റിവറ്റും നമ്മളെ പ്ലേറ്റിന്റെ എഡ്ജും തമ്മിലുള്ള ദൂരമാണ് എൻഡ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എഡ്ജ് ഡിസ്റ്റൻസ്. അതും നമ്മൾ ലോഡിന്റെ ഡയറക്ഷൻ നോക്കിയിട്ടാണ് പറയേണ്ടത്. ക്ലിയർ ആയോ? ദെൻ നമ്മൾ റിവറ്റ്സ് അറേഞ്ച് ചെയ്യുന്ന ആ ഒരു ലൈനിനെ നമ്മൾ സ്ക്രീവ് ലൈൻ അല്ലെങ്കിൽ ബാക്ക് ലൈൻ അല്ലെങ്കിൽ ഗേജ് ലൈൻ അല്ലെങ്കിൽ റിവറ്റ് ലൈൻ എന്നൊക്കെ പേര് പറയാറുണ്ട്. നമുക്ക് ഇവിടുന്ന് വേണ്ടത് എത്രയാണ് നമ്മൾ മിനിമം പിച്ചിന്റെ വാല്യൂ കൊടുക്കുക, എത്രയാണ് നമ്മൾ മാക്സിമം പിച്ചിന്റെ വാല്യൂ കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്. അത് പ്രോബ്ലം ആയിട്ടും ചോദിക്കും, അതേപോലെ തന്നെ തിയറി ആയിട്ടും ചോദിക്കാറുണ്ട്. സോ ആദ്യം നമ്മൾ പിച്ചിന്റെ കാര്യമാണ് പറയാൻ വേണ്ടി പോകുന്നത്. സോ പിച്ചിന് ഒരു മിനിമം വാല്യൂ ഉണ്ട്. പിച്ചിന്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 2.5 ടൈംസ് ഡയമീറ്റർ ഓഫ് ഷാങ്ക് ആണ്. മിനിമം പിച്ച് എന്ന് പറഞ്ഞാൽ 2.5 ടൈംസ് ഡയമീറ്റർ ഓഫ് ഷാങ്ക് ആണ്. ദെൻ മാക്സിമം പിച്ച് എന്ന് പറയുന്നത് നമ്മൾ ടെൻഷൻ മെമ്പർ ആണെങ്കിലും കംപ്രഷൻ മെമ്പർ ആണെങ്കിലും 2 പ്രൊവിഷൻ ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ടെൻഷൻ മെമ്പറിന്റെ കാര്യമാണ്. സോ ടെൻഷൻ മെമ്പർ ആണെങ്കിൽ 16T ഓർ 200 mm ഈ 2 കണ്ടീഷനും നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇതിലെ ലെസ്സർ ആണ് നമ്മൾ എടുക്കേണ്ടത്. 16T ഓർ 200 mm ഇതിൽ ഏതാണോ ലെസ്സർ വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. എഗെയിൻ ടി എന്ന് പറഞ്ഞാൽ ആരാണ്? തിക്നെസ് ഓഫ് തിന്നർ പ്ലേറ്റ് ആണ് ടി എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു പി മാക്സിന്റെ വാല്യൂ 12T ഓർ 200 mm ആയിരിക്കും ഇഫ് വി യൂസ്
സ്റ്റീൽ മെമ്പർ ആസ് എ കംപ്രഷൻ ക്യാരിയിങ് മെമ്പർ. സോ കംപ്രഷൻ മെമ്പർ ആണെങ്കിൽ നമ്മൾ എടുക്കേണ്ട കണ്ടീഷൻ 12T അല്ലെങ്കിൽ 200 mm എന്നുള്ളതാണ്. സോ പിച്ചിന് നമ്മൾ 3 വാല്യൂസ് ആണ് ഓർത്ത് വെക്കേണ്ടത്. ഒന്ന് മിനിമം പിച്ചിന്റെ വാല്യൂ ആണ്, അത് 2.5 ടൈംസ് ഡയമീറ്റർ ഓഫ് ഷാങ്ക് ആണ്. ദെൻ മാക്സിമം പിച്ച് നമ്മൾ ലിമിറ്റ് ചെയ്യുന്നത് കംപ്രഷൻ മെമ്പർ ആണോ ടെൻഷൻ മെമ്പർ ആണോ എന്ന് നോക്കിയിട്ടാണ്. കംപ്രഷൻ മെമ്പർ ആണെങ്കിൽ അത് 12T or 200 mm ആണ്. ആൻഡ് ടെൻഷൻ ക്യാരിയിങ് മെമ്പർ ആണെങ്കിൽ അത് 16T or 200 mm ആയിരിക്കും. ഓക്കെ, ദെൻ ഇനി എനിക്ക് പറയാനുള്ളത് എൻഡ് ഡിസ്റ്റൻസിന്റെ കാര്യമാണ്. എൻഡ് ഡിസ്റ്റൻസ് പറയുമ്പോൾ നമ്മൾ ഇതേപോലെ 2 കണ്ടീഷൻസ് പറയും. എൻഡ് ഡിസ്റ്റൻസിന്റെ മിനിമത്തിന് ഒരു 2 കണ്ടീഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അത് തീരുമാനിക്കുന്നത് നമ്മൾ മെഷീൻ കട്ടായിട്ടുള്ള എഡ്ജാണോ അതോ ഹാൻഡ് കട്ടായിട്ടുള്ള എഡ്ജാണോ നോക്കിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹാൻഡ് കട്ട് എഡ്ജ് ഇങ്ങനെ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും. സോറി, ഹാൻഡ് കട്ട് അല്ല, മെഷീൻ കട്ട് മാറിപ്പോയി. മെഷീൻ കട്ട് കറക്റ്റ് എഡ്ജ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. പക്ഷെ നമ്മളാണ് കട്ട് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക, നമ്മൾ കട്ട് ചെയ്യുന്നതിന് ഹാൻഡ് കട്ട് എന്ന് പറയും. നമ്മൾ കട്ട് ചെയ്താൽ ഇതേ സാധനം എങ്ങനെയാ വരിക, ഈ ഒരു രീതിയിൽ ഇങ്ങനെയൊക്കെ അങ്ങ് പോയിട്ടുണ്ടാവും അല്ലെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ. സോ നമ്മൾ എപ്പോഴും മെഷീൻ കട്ടാണെങ്കിലും ഹാൻഡ് കട്ടാണെങ്കിലും എഡ്ജ് ഡിസ്റ്റൻസ് വ്യത്യാസപ്പെടുത്തിയാണ് കൊടുക്കുക. മെഷീൻ കട്ട് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറവ് എഡ്ജ് ഡിസ്റ്റൻസ് കൊടുത്താൽ മതി. അതായത് മെഷീൻ കട്ടാണെങ്കിൽ നമ്മൾ ഈ മിനിമം കൊടുക്കുക. മിനിമം എഡ്ജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1.5 ടൈംസ് D' ആണ്, കുറവ് മതി. എന്നാൽ ഹാൻഡ് കട്ട് ആണെങ്കിൽ ഒരുപാട് ഇറഗുലാരിറ്റീസ് ഒക്കെ വരും, നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് എറർ വരും. അതുകൊണ്ട് തന്നെ നമ്മൾ എൻഡ് ഡിസ്റ്റൻസ് കുറച്ചുകൂടെ കൂട്ടി കൊടുക്കണം. 1.7 ഇൻറ്റു D' ആണ് നമ്മൾ എടുക്കേണ്ടത്. ക്ലിയർ ആയോ? സോ എൻഡ് ഡിസ്റ്റൻസിന് തന്നെ 2 വാല്യൂസ് ഉണ്ട്. മിനിമം കണ്ടുപിടിക്കുന്നത് കണ്ടീഷൻ വെച്ചിട്ടാണ്. ഹാൻഡ് കട്ട് ആണെങ്കിലും മെഷീൻ കട്ട് ആണെങ്കിലും വേറെ വേറെ വാല്യൂസ് ആണ്. മെഷീൻ കട്ട് എഡ്ജ് ആണെങ്കിൽ ഈ മിനിമം എന്ന് പറയുന്നത് 1.5 ടൈംസ് D' ആണ്. ആൻഡ് ഹാൻഡ് കട്ട് ആണെങ്കിൽ 1.7 ടൈംസ് D' ആണ്. എഗെയിൻ D' എന്ന് പറഞ്ഞാൽ ആരാണ്? ഡയമീറ്റർ ഓഫ് ഹോൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചു, ഡയമീറ്റർ ഓഫ് റിവറ്റ് തന്നിട്ടുണ്ടാകും, അതിൽ നിന്ന് നിങ്ങൾ ഡയമീറ്റർ ഓഫ് റിവറ്റ് ഹോൾ കണ്ടുപിടിച്ചിട്ട് വേണം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. സോ 1.7 ഇൻറ്റു D' എന്ന് പറയുന്നത് നമ്മൾ എടുക്കേണ്ടത് ഹാൻഡ് കട്ടിനാണ്. ദെൻ ഇങ്ങനെയാണെങ്കിൽ ഈ മാക്സിമത്തിന് ഫോർമുല ഉണ്ടായിരിക്കില്ലേ? ഈ മാക്സിമം നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് 12T എപ്സിലോൺ എന്നുള്ളതാണ്. 12T എപ്സിലോൺ. സോ ഈ ഒരു T എന്ന് പറഞ്ഞാൽ ആരാ? തിക്നെസ് ഓഫ് തിന്നർ പ്ലേറ്റ് ആണ് T. പുതിയൊരാൾ വന്നല്ലേ, എപ്സിലോൺ എന്ന് പറയുന്ന ഒരാൾ വന്നു, പേടിക്കണ്ട. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ √250/Fi എന്നുള്ള ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ എപ്സിലോൺ കണ്ടുപിടിക്കേണ്ടത്. സോ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ √250/Fi ആണ്. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളോട് എക്സാമിന് ഏതെങ്കിലും ഒരു ഗ്രേഡ് ഓഫ് സ്റ്റീൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒരു ഗ്രേഡും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് ഡിസൈനിൽ എടുക്കുന്നത് ആരെയാണ്? മൈൽഡ് സ്റ്റീലിനെ അല്ലേ. സോ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് എടുക്കുക മൈൽഡ് സ്റ്റീൽ ആണ്. സോ മൈൽഡ് സ്റ്റീലിന്റെ FU ആൻഡ് FY വാല്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. FY വാല്യൂ എന്ന് പറയുന്നത് 250 ആണ്. സോ ആ ഒരു 250 നമ്മൾ കൊടുത്താലോ, എപ്സിലോൺ ഫോർ മൈൽഡ് സ്റ്റീൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ √250/250 എന്ന് പറയും. സോ 1 എന്ന് വരും ആൻസർ. സോ മൈൽഡ് സ്റ്റീൽ ആണെങ്കിൽ എപ്സിലോണിന്റെ വാല്യൂ 1 ആവും. നമ്മുടെ ഇ മാക്സിന്റെ വാല്യൂ അപ്പം എന്താവും? 12T ആയിട്ട് മാറും. ക്ലിയർ ആയോ? സോ ഈ മിനിമത്തിന് 2 സെറ്റ് ഓഫ് ഫോർമുല ആൻഡ് ഈ മാക്സിമത്തിന് ഒരു ഫോർമുലയുണ്ട്. ഈ മിനിമം എന്ന് പറയുന്നത് 1.5 ഇൻറ്റു D' അല്ലെങ്കിൽ 1.7 ഇൻറ്റു D' ആണ്. പിച്ച് എടുത്തപ്പോൾ നമ്മൾ ഡയമീറ്റർ ഓഫ് ഷാങ്കും എഡ്ജ് ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ ഡയമീറ്റർ ഓഫ് ഹോളുമാണ് എടുക്കേണ്ടത്. ദെൻ മാക്സിമം കണ്ടുപിടിക്കാനുള്ള ഫോർമുല, എഡ്ജ് ഡിസ്റ്റൻസിന്റെ മാക്സിമം കണ്ടുപിടിക്കാനുള്ള ഫോർമുല 12T എപ്സിലോൺ ആണ്. എപ്സിലോൺ കണ്ടുപിടിക്കാൻ √250/Fi എന്നുള്ള റിലേഷൻ നമ്മൾ എടുക്കണം. ഇനി എനിക്ക് പറയാനുള്ളത് ഗേജിന്റെ കാര്യമാണ്. ഗേജ് നമ്മൾ എടുക്കുക എങ്ങനെയാ? ഗേജ് എന്ന് പറയുന്നതിനെ നമ്മൾ ബാക്ക് പിച്ച് എന്നും പറയും. കോഡിൽ പറയുന്നത് ഗേജ് ഷുഡ് നോട്ട് ബി മോർ ദാൻ 4T plus 100 or 200 mm. സോ നമ്മൾ
ഗേജിന്റെ ഒരു പ്രൊവിഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഗേജ് ഷുഡ് നോട്ട് ബി മോർ ദാൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഗേജിന്റെ മാക്സിമം വാല്യൂ അല്ലേ തന്നിട്ടുള്ളത്. സോ ഗേജ് ഷുഡ് നോട്ട് ബി മോർ ദാൻ 4 times തിക്നെസ് ഓഫ് തിന്നർ പ്ലേറ്റ് പ്ലസ് 100 or 200 mm എന്നാണ് പറയുന്നത്. ഇതിൽ ഏതാണോ ലെസ്സർ, ഇതിലെ ലെസ്സർ വാല്യൂവിനെക്കാളും കൂടാൻ പാടില്ല എന്നാണ് പറയല്. ഓക്കെ, അത് കംപ്രഷൻ മെമ്പർ ആണെങ്കിലും ടെൻഷൻ മെമ്പർ ആണെങ്കിലും ഒക്കെ സെയിം ആണ്, വ്യത്യാസമില്ല. ഇനി നമ്മൾ സ്റ്റാഗേർഡ് പിച്ച് പറഞ്ഞില്ലേ, സ്റ്റാഗേർഡ് പിച്ച് എടുക്കുന്ന സമയത്ത് നമ്മൾ നോർമൽ പിച്ച് എത്രയായിരുന്നു? 2.5 D ആയിരുന്നു നമ്മുടെ നോർമൽ പിച്ച്. 2.5 times D ആയിരുന്നു നമ്മുടെ നോർമൽ പിച്ച്. സോ സ്റ്റാഗേർഡ് പിച്ച് എടുക്കുമ്പോൾ ഇതിനെ നമ്മളൊരു 50% കൂട്ടി കൊടുക്കണം. സോ നോർമൽ പിച്ചിനെക്കാളും 50% കൂട്ടിയിട്ടാണ് സ്റ്റാഗേർഡ് പിച്ച് കൊടുക്കേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 1.5 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ നമുക്ക് എന്ത് പറയാം, P minimum in the case of staggered pitch എന്ന് പറഞ്ഞാൽ നോർമൽ പി മിനിമത്തിന്റെ വാല്യൂവിനെ 50% ഇൻക്രീസ് ചെയ്യുക. നോർമൽ പിച്ചിന്റെ ഇക്വേഷൻ 2.5 into D ആണ്. അതിനെ 50% കൂട്ടുക എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? നമ്മളൊരു 1.5 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക കൂടെ ചെയ്യണം. ക്ലിയർ ആയോ? ഇത്രയുമൊക്കെയാണ് ബേസിക് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇനി എങ്ങനെയൊക്കെയാണ് നമുക്ക് റിവറ്റിംഗ് ചെയ്യാൻ പറ്റുകയെന്നും കൂടെ നോക്കാം. റിവറ്റിംഗ് നമുക്ക് 3 രീതിയിൽ ചെയ്യാം. ടൈപ്പ് ഓഫ് റിവറ്റിംഗ് ആണ്. സോ ഇതിന്റെ പേരുകൾ ഓർത്ത് വെക്കണം. ഫസ്റ്റ് വൺ ചെയിൻ റിവറ്റിംഗ് ആണ്. സെക്കൻഡ് വൺ ചെയിൻ റിവറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു റിവറ്റിന്റെ മുകളിലും താഴെയും സൈഡിലൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഓർഡർലി റിവറ്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഒരു റിവറ്റ് നോക്കുമ്പോൾ വൺ എബോ അതർ ആയിട്ട് റിവറ്റുകൾ നമ്മൾ പ്ലേസ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിനെയാണ് ചെയിൻ റിവറ്റിംഗ് എന്ന് പറയാം. ഇനി രണ്ടാമത്തെ സെറ്റ് എന്ന് പറയുന്നത് ഡയമണ്ട് റിവറ്റിംഗ് ആണ്. ഡയമണ്ട് റിവറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫിഗർ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഏറ്റവും ഉള്ളിലത്തെ റോയില് 3 റിവറ്റ് ഉണ്ട്, പിന്നെ അത് 2 ആയി, പിന്നെ 1 ആയിട്ട് മാറി അല്ലെ. അതായത് ഇന്നർമോസ്റ്റ് റോയിൽ നിന്ന് ഔട്ടർ മോസ്റ്റ് റോയിലേക്ക് നമ്മൾ മൂവ് ഓൺ ചെയ്യുന്ന സമയത്ത് നമ്പർ ഓഫ് റിവറ്റ്സ് കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡയമണ്ട് റിവറ്റിംഗ് എന്ന് പറയാം. സോ ഫസ്റ്റ് വൺ ചെയിൻ റിവറ്റിംഗ് ആണ്. സോ റിവറ്റ് ഒന്നിന് മുകളിൽ ഒന്നായി നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. അങ്ങനെ അറേഞ്ച് ചെയ്താൽ ചെയിൻ റിവറ്റിംഗ് ആണ്. ഇന്നർമോസ്റ്റ് റോയിൽ നിന്ന് ഔട്ടർ മോസ്റ്റ് റോയിലേക്ക് വരുന്ന സമയത്ത് റിവറ്റിന്റെ നമ്പേഴ്സ് കുറഞ്ഞു വരികയാണെങ്കിൽ നമ്മൾ അതിനെ ഡയമണ്ട് റിവറ്റിംഗ് എന്ന് പറയും. സോ ഡയമണ്ട് റിവറ്റിംഗിന് അപ്പൊ എന്ത് അഡ്വാൻറ്റേജ് ഉണ്ടാവും? നമ്മൾ മെറ്റീരിയൽ വെച്ച് നോക്കുകയാണെങ്കിൽ മോർ എഫിഷ്യന്റ് ആണ് അല്ലേ. മെറ്റീരിയൽ സേവിങ് ഉണ്ട്, മോർ എഫിഷ്യന്റ് ആണെന്ന് നമുക്ക് പറയാം. കാരണം മെറ്റീരിയൽ എഫിഷ്യൻസി കുറച്ചുകൂടെ കൂടുതലാണ് ഡയമണ്ട് റിവറ്റിങ്ങിന്. അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിച്ച് നോക്കിയ നമ്പർ ഓഫ് റിവറ്റ്സ് കുറവ് മതിയാവും. അതുകൊണ്ട് മെറ്റീരിയൽ വൈസ് നോക്കുമ്പോൾ മോർ എഫിഷ്യന്റ് ആണ് ഡയമണ്ട് റിവറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്പർ ഓഫ് റിവറ്റ്സ് കുറച്ച് മതിയായിരിക്കും, അതുകൊണ്ട് തന്നെ എഫിഷ്യന്റ് ആണെന്ന് നമുക്ക് പറയാം. ഇനി ഒരു റിവറ്റിന്റെ ടൈപ്പും കൂടി ഉണ്ട്. ഞാനൊരു റിവറ്റ് ഒരു എക്സാക്ട് കറക്റ്റ് പാറ്റേൺ ഒന്നും ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. എനിക്കിഷ്ടമുള്ള പോലെ അങ്ങോട്ട് റിവറ്റ് കൊടുത്തു പോയി. ഇങ്ങനെ എനിക്കിഷ്ടമുള്ള പോലെയൊക്കെ റിവറ്റ് അങ്ങ് കൊടുത്തു പോവുകയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ സിഗ്സാഗ് റിവറ്റിംഗ് എന്ന് പേര് പറയുക. സോ ഒരു ഡെഫിനിറ്റ് പാറ്റേൺ ഉണ്ടായിരിക്കില്ല സിഗ്സാഗ് റിവറ്റിങ്ങിന്. ക്ലിയർ ആയോ? സോ 3 ടൈപ്പിൽ നമുക്ക് റിവറ്റ്സ് ചെയ്യാം. ഫസ്റ്റ് വൺ ചെയിൻ റിവറ്റിംഗ്, രണ്ടാമത്തത് ഡയമണ്ട് റിവറ്റിംഗ്, മൂന്നാമത്തത് സിഗ്സാഗ് റിവറ്റിംഗ്. സോ ഇതാണ് ടൈപ്സ് ഓഫ് റിവറ്റിംഗ്. സോ ഇതിൽ ഏറ്റവും മെറ്റീരിയൽ കുറച്ച് മതിയാവുന്നത് ഡയമണ്ട് റിവറ്റിങ്ങിനാണ്. അതുകൊണ്ട് തന്നെ മെറ്റീരിയൽ വൈസ് മോസ്റ്റ് എഫിഷ്യന്റ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് റിവറ്റിംഗ് കഴിഞ്ഞാൽ ഈ റിവറ്റിങ്ങിന് കുറച്ച് ജോയിന്റ്സുകളും കൂടി ഉണ്ടാവില്ലേ? സോ നമ്മൾ റിവറ്റിൽ കൊടുക്കുന്ന ജോയിന്റ്സ് ആണ് പറയാൻ വേണ്ടി പോകുന്നത്. നമുക്ക് മെയിൻ ആയിട്ട് ടൈപ്സ് ഓഫ് ജോയിന്റ്സ് ആണ്. മെയിൻ ആയിട്ട് നമുക്ക് 2 ടൈപ്പ് ഓഫ് ജോയിന്റുകളാണ് കൊടുക്കാൻ സാധിക്കുക. ഒന്നാമത്തത് ലാബ് ജോയിന്റ് ആൻഡ് രണ്ടാമത്തത് ബഡ് ജോയിന്റ്. സോ ലാബ് ജോയിന്റ് എന്ന് പറഞ്ഞാൽ 2 മെമ്പേഴ്സ്, ഇത് എൻ്റെ ഒന്നാമത്തെ പ്ലേറ്റ് ആണ്, ഇത് രണ്ടാമത്തെ പ്ലേറ്റ് ആണ്. ഈ പ്ലേറ്റുകൾ തമ്മിൽ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് ഈ ഒരു ഓവർലാപ്പിംഗ് വരുന്ന സ്ഥലത്ത് നമ്മൾ റിവറ്റിംഗ് അങ്ങ് ചെയ്യും. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓവർലാപ്പ് വരുന്ന സ്ഥലത്ത് നമ്മൾ റിവറ്റിംഗ് അങ്ങ് ചെയ്യും. ഇതിനെ നമ്മൾ ലാബ് ജോയിന്റ് എന്ന് പറയുന്നു. ഇനി ഒരു ലാബ് ജോയിന്റ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ 2 പ്ലേറ്റുകൾ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ലാബ് ജോയിന്റ് ഏത് സ്ട്രെസ് എടുക്കുന്നതിലാണ് എഫക്റ്റീവ് എന്ന് ചോദിച്ചാൽ ലാബ് ജോയിന്റ് ഷിയർ സ്ട്രെസ് എടുക്കുന്നതിലാണ് മോസ്റ്റ് എഫക്റ്റീവ് എന്ന് നമുക്ക് പറയാം.
ഇനി രണ്ട് പ്ലേറ്റുകൾ ഓവർലാപ്പ് ചെയ്യുന്ന ഭാഗം ഒറ്റൊന്ന് മാത്രമല്ലേ ഇവിടെ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ലാബ് ജോയിന്റ് നമുക്ക് സിംഗിൾ ഷിയറിലാണെന്ന് പറയാം. അപ്പൊ ലാബ് ജോയിന്റിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? രണ്ട് പ്ലേറ്റുകൾ ഓവർലാപ്പ് ചെയ്യും ആൻഡ് ഇത് ഷിയർ സ്ട്രെസ് എടുക്കുന്നതിലാണ് ഏറ്റവും എഫക്റ്റീവ്. ആൻഡ് നമുക്ക് പറയാം ഈ ഒരു ലാബ് ജോയിന്റ് സിംഗിൾ ഷിയറിലാണ്. ഇനി ഒരു ജോയിന്റിന് എക്സെൻട്രിസിറ്റി ഉണ്ടോ എന്ന് ചോദിക്കും. എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ജോയിന്റിന്റെ സെൻട്രൽ ലൈൻ ഇങ്ങനെയാണ് പോകുന്നുണ്ടാവുക. ആൻഡ് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുക ഈ ഒരു ഡയറക്ഷനിലല്ലേ. സോ ഈ ഒരു ഡയറക്ഷനിൽ ലോഡ് അപ്ലൈ ചെയ്യുന്നുണ്ടാവും. ഇത് തമ്മിൽ ഒരു ദൂരം മാറിയല്ലേ കിടക്കുന്നത്. ജോയിന്റിന്റെ സെൻട്രൽ ലൈനും ലോഡ് അപ്ലൈ ചെയ്യുന്നതും തമ്മിൽ ഒരു ദൂരം മാറിയാണ് നിൽക്കുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ഈ ദൂരം ഇവിടെ കാണാൻ വേണ്ടി പറ്റും. സോ ഇങ്ങനെ ഒരു ദൂരത്തിലാണ് ഇവ തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എക്സെൻട്രിസിറ്റി ഉണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റും. സോ ഈ ഒരു ലാബ് ജോയിന്റിന് എക്സെൻട്രിസിറ്റി ഉണ്ട്, എക്സെൻട്രിസിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ലാബ് ജോയിന്റിന്റെ പ്രത്യേകതകൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. രണ്ട് പ്ലേറ്റുകൾ ഓവർലാപ്പ് ചെയ്യും. ഈ ഒരു ഓവർലാപ്പ് ചെയ്ത് വരുന്ന പോർഷനിലാണ് നമ്മൾ റിവെറ്റിംഗ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ലാബ് ജോയിന്റ് ഏത് സ്ട്രെസ് എടുക്കുന്നതിലാണ് മോസ്റ്റ് എഫക്റ്റീവ് എന്ന് ചോദിച്ചാൽ ഷിയർ സ്ട്രെസ് എടുക്കുന്നതിലാണ് മോസ്റ്റ് എഫക്റ്റീവ്. ആൻഡ് ഈ ഒരു ലാബ് ജോയിന്റ് സിംഗിൾ ഷിയറിലാണ്, എക്സെൻട്രിസിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്ത ജോയിന്റ് എന്ന് പറയുന്നത് ബഡ് ജോയിന്റ് ആണ്. ബഡ് ജോയിന്റ് തന്നെ നമുക്ക് രണ്ട് രീതിയിൽ കൊടുക്കാം. സിംഗിൾ കവർ ബഡ് ജോയിന്റ് ആൻഡ് ഡബിൾ കവർ ബഡ് ജോയിന്റ്. സിംഗിൾ കവർ ബഡ് ജോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത് ഒന്നാമത്തെ പ്ലേറ്റ്, ഇത് രണ്ടാമത്തെ പ്ലേറ്റ്, ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടോപ്പിൽ നമ്മൾ ഒരൊറ്റ കവർ പ്ലേറ്റ് മാത്രം കൊടുത്തു. ഒരൊറ്റ കവർ പ്ലേറ്റ് മാത്രമാണ് കൊടുത്തതെങ്കിൽ നമ്മൾ ഇതിനെ സിംഗിൾ കവർ ബഡ് ജോയിന്റ് എന്ന് പറയും. ആൻഡ് ടോപ്പിലും ബോട്ടത്തിലും ഓരോരോ കവർ പ്ലേറ്റുകൾ വീതം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനെ ഡബിൾ കവർ ബഡ് ജോയിന്റ് എന്ന് പറയും. സോ നമുക്ക് ബഡ് ജോയിന്റ് രണ്ട് രീതിയിലുണ്ട്, സിംഗിൾ കവർ ബഡ് ജോയിന്റ് ആൻഡ് ഡബിൾ കവർ ബഡ് ജോയിന്റ്. നമ്മൾ രണ്ട് പ്ലേറ്റുകൾ, ബഡ് ജോയിന്റിന്റെ പ്രത്യേകത ഓവർലാപ്പിംഗ് ഇല്ല. രണ്ട് പ്ലേറ്റുകൾ എൻഡ് ടു എൻഡ് ആയിട്ട് കണക്ട് ചെയ്യും. എൻഡ് ടു എൻഡ് ആയിട്ട് വെച്ചിട്ട് അതിന്റെ ടോപ്പിലും ബോട്ടത്തിലും കവർ പ്ലേറ്റുകൾ കൊടുക്കുകയാണ് ചെയ്യുക. സോ രണ്ട് പ്ലേറ്റുകൾ എൻഡ് ടു എൻഡ് ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ ബഡ് ജോയിന്റ് എന്ന് പറയും. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ടോപ്പിൽ മാത്രമാണ് കവർ പ്ലേറ്റ് കൊടുത്തിട്ടുള്ളതെങ്കിൽ നമ്മൾ അതിനെ സിംഗിൾ കവർ ബഡ് ജോയിന്റ് എന്നും, ടോപ്പിലും ബോട്ടത്തിലും കവർ പ്ലേറ്റുകൾ കൊടുത്താൽ ഡബിൾ കവർ ബഡ് ജോയിന്റ് എന്നും പേര് പറയും. ക്ലിയർ ആയോ? ദെൻ ഇനി ഈ സിംഗിൾ കവർ ബഡ് ജോയിന്റിന്റെ പ്രത്യേകതകൾ നോക്കാം. സിംഗിൾ കവർ ബഡ് ജോയിന്റ് ജനറലി ആക്സിയൽ സ്ട്രെസ്സസ് എടുക്കാനാണ് മോസ്റ്റ് എഫക്റ്റീവ്. ആക്സിയൽ സ്ട്രെസ്സസ് ആണ് എടുക്കുക. ആൻഡ് സിംഗിൾ കവർ ബഡ് ജോയിന്റ് നിങ്ങൾ നോക്കുവാണെങ്കിൽ എത്ര ഷിയർ പ്ലെയിനുകൾ ഉണ്ട്, അതായത് സിംഗിൾ ഷിയറിലാണോ ഡബിൾ ഷിയറിലാണോ എന്നാണ് ഓർത്ത് വെക്കേണ്ടത്. ഇവിടെ ഒറ്റ ഷിയർ പ്ലെയിൻ ആണുള്ളത്. ആൻഡ് നമ്മൾ അടുത്ത ഫിഗർ നോക്കുകയാണെങ്കിൽ 1, 2 ഇങ്ങനെ രണ്ട് പ്ലെയിനുകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ സിംഗിൾ കവർ ബഡ് ജോയിന്റ് സിംഗിൾ ഷിയറിലാണെന്ന് പറയാം, സിംഗിൾ ഷിയറിലാണ്. ആൻഡ് ഡബിൾ കവർ ബഡ് ജോയിന്റ് ഡബിൾ ഷിയറിലാണെന്ന് പറയാം. ഡബിൾ കവർ ബഡ് ജോയിന്റിന് ഞാൻ താഴെ എഴുതാം. ഡബിൾ കവർ ബഡ് ജോയിന്റ് ഡബിൾ ഷിയറിലാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. സോ സിംഗിൾ എന്ന് ഓർത്ത് വെക്കുക. സിംഗിൾ കവർ ബഡ് ജോയിന്റ് സിംഗിൾ ഷിയറിലും ഡബിൾ കവർ ബഡ് ജോയിന്റ് ഡബിൾ ഷിയറിലും ആയിരിക്കും. ക്ലിയർ ആയോ? ഇനി എക്സെൻട്രിസിറ്റി ഉണ്ടോ എന്നും കൂടെ ഓർത്ത് വെക്കണം. ഇവിടെ നിങ്ങൾ സിംഗിൾ കവർ ബഡ് ജോയിന്റിൽ നോക്കുവാണെങ്കിൽ ലോഡ് ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ ഈ ഒരു ഡയറക്ഷൻ ആണ്. അതായത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ലോഡ് പോയിന്റ് എങ്കിൽ സെന്റർ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരിക്കും മൂവ് ഓൺ ചെയ്യുക. ജോയിന്റിന്റെ അല്ലെങ്കിൽ മൊത്തം പ്ലേറ്റിന്റെ സെന്ററും ലോഡും ഒരു ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ സിംഗിൾ കവർ ബഡ് ജോയിന്റിൽ എക്സെൻട്രിസിറ്റി ഉണ്ട്, എക്സെൻട്രിസിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഡബിൾ കവർ ബഡ് ജോയിന്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് 3D ആയതുകൊണ്ടാട്ടോ ലോഡിന്റെ ഡയറക്ഷൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ അതുമായിട്ട് കൺഫ്യൂഷൻ ആവണ്ട. പ്ലാൻ മാത്രം, നമ്മൾ ഒരു ഫ്രണ്ട് വ്യൂ മാത്രം വെച്ചിട്ട് നിങ്ങൾ ആലോചിക്കുക. ഇനി ഡബിൾ കവർ ബഡ് ജോയിന്റ് ആവുമ്പോൾ ലോഡ് ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ ഈ ഒരു ഡയറക്ഷൻ ആയിരിക്കും. ആൻഡ് ടോപ്പിലും ബോട്ടത്തിലൊക്കെ കവർ പ്ലേറ്റ് വന്നത് കൊണ്ട് തന്നെ നമ്മുടെ ജോയിന്റിന്റെ സെൻട്രൽ ലൈനും അതുമായിട്ട് കോയിൻസൈഡ് ചെയ്ത് പോകും. അതുകൊണ്ട് തന്നെ ഡബിൾ കവർ ബഡ് ജോയിന്റിൽ എക്സെൻട്രിസിറ്റി 0 ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്. സോ നമുക്ക് രണ്ട് രീതിയിൽ ജോയിന്റുകൾ കൺസ്ട്രക്ട് ചെയ്യാം. ഒന്നല്ലെങ്കിൽ ലാബ് ജോയിന്റ് അല്ലെങ്കിൽ ബഡ് ജോയിന്റ്. പ്ലേറ്റുകൾ ഓവർലാപ്പ് ചെയ്താൽ അത് ലാബ് ജോയിന്റ് ആണ്. എൻഡ് ടു എൻഡ് അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുവാണെങ്കിൽ അത് ബഡ് ജോയിന്റ് ആണ്. നമ്മൾ പ്രോപ്പർട്ടീസ് നോക്കുമ്പോൾ സിംഗിൾ കവർ ബഡ് ജോയിന്റും അതേപോലെ ലാബ് ജോയിന്റും സെയിം ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലെ. രണ്ട് ജോയിന്റിനും എക്സെൻട്രിസിറ്റി ഉണ്ട് ആൻഡ് സിംഗിൾ ഷിയറിലാണ്.
സിംഗിൾ ഓർത്ത് വെക്കുക. ആൻഡ് ഡബിൾ കവർ ബട്ട് ജോയിന്റ് ആവുമ്പോൾ എക്സെൻട്രിസിറ്റി ഇല്ല, അത് ഡബിൾ ഷിയറിലാണ് നിൽക്കുന്നത്. ദെൻ ലാബ് ജോയിന്റ് ഷിയർ സ്ട്രെസ് എടുക്കുന്നതിലാണ് എഫക്റ്റീവ്, ബട്ട് ജോയിന്റ് ആക്സിയൽ സ്ട്രെസ്സസ് എടുക്കുന്നതിലാണ് മോസ്റ്റ് എഫക്റ്റീവ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു സെറ്റിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളൊന്ന് പരിചയപ്പെടാം. പലപ്പോഴായിട്ടും കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. സോ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: In structural steel construction, the distance between center of fasteners shall not be less than x times the nominal diameter of the fastener, where x is 2.5, 2, 3, 1.5. അതായത് രണ്ട് ഫാസ്റ്റനേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആൾക്കാരാണല്ലേ, റിവറ്റോ ബോൾട്ടോ ഒക്കെ ആവാം ഫാസ്റ്റനേഴ്സ്. സോ നമ്മൾ സ്ട്രക്ചറൽ സ്റ്റീലിന്റെ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് രണ്ട് ഫാസ്റ്റനേഴ്സ് തമ്മിലുള്ള ദൂരം മിനിമം എത്ര കൊടുക്കണം എന്നാണ് ചോദ്യം. ഷാൽ നോട്ട് ബി ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ മിനിമം ആണ്. മിനിമം എക്സ് ടൈംസ് നോമിനൽ ഡയമീറ്റർ ആണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഫോർമുല എങ്ങനെയാ? പി മിനിമം വിൽ ബി ഈക്വൽ ടു 2.5 ഇൻറ്റു ഡി ആണ്. അപ്പൊ ആ ഫാക്ടർ എത്ര വരും? 2.5 ഇൻറ്റു ഡി എന്ന് പറയുമ്പോൾ ഫാക്ടർ 2.5, ഓപ്ഷൻ എ 2.5 എന്ന് വരും. Then അടുത്ത ചോദ്യം: The center to center distance between individual fasteners in a line in the direction of load is called edge distance, gauge distance, pitch, end distance. അതായത് സെന്റർ ടു സെന്റർ ദൂരമാണ് ചോദിച്ചിട്ടുള്ളത്. ഡയറക്ഷൻ ഓഫ് ലോഡിൽ ഉള്ള സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസിനെ നമ്മൾ പിച്ച് എന്ന് പറയും, ഓപ്ഷൻ സി പിച്ച് എന്ന് വരും. ദെൻ അടുത്ത ചോദ്യം: ഇൻ റിവറ്റഡ് കണക്ഷൻ, ക്വസ്റ്റ്യനൊക്കെ സ്റ്റീലിലെ ക്വസ്റ്റ്യനൊക്കെ കുറച്ചിങ്ങനെ വലുതായിട്ടാണ് ഉണ്ടാവുക, പക്ഷെ ആൻസേഴ്സ് നമുക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ മനസ്സിലായാൽ പിക്ക് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ ഇടുമ്പോൾ അവർ കോഡൽ പ്രൊവിഷനൊക്കെ പറഞ്ഞ് മിക്സ് ചെയ്ത് വലിയ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ഇടുക, പക്ഷെ ആൻസർ വളരെ സിമ്പിൾ ആയിരിക്കും. ക്വസ്റ്റ്യൻ കണ്ട് ആരും പേടിക്കരുത്. ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് നോക്കാം. ഇൻ റിവറ്റഡ് കണക്ഷൻ, the allowance or increase that is to be provided to the nominal diameter of rivet having diameter greater than 25 mm so as to work out gross diameter. എന്താണ് ചോദ്യം? നമ്മൾ എടുക്കുന്ന ഡയമീറ്റർ ഓഫ് റിവറ്റ് ഗ്രേറ്റർ ദാൻ 25 mm ആണെങ്കിൽ നമ്മൾ റിവറ്റ് ഹോള് കൊടുക്കുന്നത് റിവറ്റിന്റെ ഡയമീറ്ററിനെക്കാളും എത്ര കൂടുതൽ നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ് ചോദ്യം. അത് നമുക്ക് അറിഞ്ഞൂടെ? ഡി ഡാഷ് വിൽ ബി ഈക്വൽ ടു ഡി പ്ലസ് 2 mm d plus 2 mm if diameter is greater than 25 mm എന്ന് നമുക്കറിയാം. ആൻഡ് d dash equal to d plus 1.5 mm if diameter is less than or equal to 25 mm. സോ ചോദ്യം അതല്ലേ, എത്ര ഇൻക്രീസ് ആ നമ്മൾ കൊടുക്കേണ്ടത്? ഡയമീറ്റർ ഓഫ് റിവറ്റ് 25 mm കൂടുമ്പോൾ ഡയമീറ്റർ ഓഫ് റിവറ്റ് ഹോള് നമ്മൾ എത്ര കൂടുതൽ കൊടുക്കണം എന്ന് ചോദിച്ചാൽ ഉള്ള ഡയമീറ്ററിനെക്കാളും 2 mm ആണ് നമ്മൾ കൂട്ടി കൊടുക്കേണ്ടത്. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ എ. Then, as per IS 800/2007, what is the maximum pitch of bolt allowed in a lap joint between two steel plate in compression of equal thickness T? So, question ഇങ്ങനെയാണ്, നമ്മൾ എത്രയാണ് മാക്സിമം പിച്ച് കൊടുക്കേണ്ടത്? പിച്ച് ഓഫ് ബോൾട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റിവറ്റിനും ബോൾട്ടിനും അലവൻസ് ഒക്കെ സെയിം തന്നെയാണ്. ദെൻ നമ്മൾ പ്ലേറ്റുകൾ കംപ്രഷനിലാണ്, പ്ലേറ്റിന്റെ തിക്നെസ് സെയിം ആണെന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ കംപ്രഷനിലാണെങ്കിൽ 12T അല്ലെങ്കിൽ 200 mm ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റിവറ്റുകൾ പ്ലേസ് ചെയ്യേണ്ടത്. സോ മാക്സിമം പിച്ചിന്റെ കണ്ടീഷൻ 12T ഓർ 200 mm വിച്ച് ആർ വെരി ലെസ് എന്നുള്ളതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓപ്ഷൻ എ വിൽ ബി ദ ആൻസർ. Then അടുത്ത ചോദ്യം: according to Unwin's formula, the relation between diameter of rivet hole in mm and thickness of plate T in mm is given by D equal to T, D equal to 6.01 root T, D equal to 2T, D equal to 2.6 root T. So എന്താണ് Unwin's formula? D is equal to 6.01 root T എന്നുള്ളതാണ്. സോ ഇവിടെ റിവറ്റ് ഹോൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റിവറ്റ് ഹോൾ അല്ല, ആക്ച്വലി റിവറ്റ് ആണ്. റിവറ്റ് ഹോൾ എന്നുള്ളത് അങ്ങ് വെട്ടിക്കളയാം. റിവറ്റ് ഹോൾ അല്ല, റിവറ്റു ആയിട്ടാണ് ലിങ്ക് ചെയ്യുന്നത് അല്ലേ? ഡയമീറ്റർ ഓഫ് റിവറ്റു ആയിട്ടാണ് ലിങ്ക് ചെയ്യുന്നത്, റിവറ്റ് ഹോൾ അല്ല. അപ്പൊ ഞാൻ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. സോ ഡി ഈക്വൽ ടു 6.01 റൂട്ട് ടി അല്ലെങ്കിൽ 6.05 റൂട്ട് ടി. പിന്നെ ഇത് വെച്ചിട്ടുള്ള കോഡൽ പ്രൊവിഷൻസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ഒക്കെ, പിച്ചും ഗേജ് ഒക്കെ ലിങ്ക് ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇങ്ങനെയൊക്കെയാണ് റിവറ്റിന്റെ ബേസിക്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുക.
LSTD AE എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ പുതിയ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അടുത്ത എക്സാമിൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. കാരണം കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പും കൃത്യമായിട്ടുള്ള ക്ലാസ് പാറ്റേൺസ് ഒക്കെ വരുമ്പോഴേ നമ്മൾ ആ ഒരു സീരിയസ്നെസ്സിൽ പഠിക്കത്തുള്ളൂ. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്നതിനേക്കാളും ഏറ്റവും എഫക്റ്റീവ് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയാ, ഒരാൾ നമുക്ക് പറഞ്ഞു തന്ന് നമ്മൾ പഠിക്കുന്നതാണ് കുറച്ചുകൂടെ എഫക്റ്റീവ് അല്ലേ. സോ നിങ്ങൾ ഇങ്ങനെ LSTD AEക്ക് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അസസ്മെന്റ് ടെസ്റ്റുകളും മോക്ക് ടെസ്റ്റുകളൊക്കെ നമുക്ക് അവൈലബിൾ ആക്കുന്നുണ്ട് ആപ്പിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിലേക്ക് എല്ലാവരും ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു യൂട്യൂബ് സെക്ഷനിൽ കാണാം. താങ്ക് യു ഓൾ.